ഒരു ബുദ്ധിമാനും ഒരു വിഡ്ഢിയും ഓരോ വീടുകൾ പണിതു. ബുദ്ധിമാൻ പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിതപ്പോൾ വിഡ്ഢി പണിതതാകട്ടെ മണലിന്മേലും. വൻമര ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റ് രണ്ട് വീടുകളിലും ഒരുപോലെ അടിച്ചു. പാറമേൽ അടിസ്ഥാനമിട്ട് പണിത ബുദ്ധിമാന്റെ വീട് വീഴാതെ നിന്നപ്പോൾ വിഡ്ഢിയുടെ വീട് വീണു. വീണെന്ന് മാത്രമല്ല, ആ വീഴ്ച വലിയതായിരുന്നു. എന്നുവെച്ചാൽ തകർന്ന് തരിപ്പണമായി പോയി. ഈ ഒരു ഉപമയിലൂടെ നാം എല്ലാവരും ബുദ്ധിയുള്ളവരും ജ്ഞാനത്തോടെ ഓരോ കാര്യങ്ങളും ചെയ്യണമെന്നും യേശു കർത്താവ് ആവശ്യപ്പെടുകയാണ്. കൊടുങ്കാറ്റിനെ അതിജീവിച്ച വീട് ഒരു വിശ്വാസിയുടെ വീടാണെന്നും നശിച്ച വീട് ഒരു അവിശ്വാസിയുടെ വീടാണെന്നും അല്ല യേശു കർത്താവ് പറഞ്ഞത്. പള്ളിയിൽ ഒരു കൂട്ടായ്മയും മുടക്കാത്ത ഉത്സാഹിയായ മനുഷ്യൻ്റെ വീടാണ് വീഴാത്ത വീടെന്നും വല്ലപ്പോഴുമൊക്കെ പള്ളിയിൽ വന്ന് മുഖം കാണിക്കുന്ന നിരുത്സാഹിയായ മനുഷ്യൻ്റെ വീടാണ് വീണതെന്നുമല്ല കർത്താവ് പറഞ്ഞത്. യേശു കർത്താവിൻ്റെ ഈ ഉപമയിലെ ആശയം വളരെ ലളിതവും എന്നാൽ ഏറെ ശ്രദ്ധേയവുമാണ്. നാം ഒരുപക്ഷെ പാരമ്പര്യ ക്രിസ്ത്യാനികളായിരിക്കാം, സഭയിലെ ശുശ്രൂഷകന്മാരും മേലധ്യക്ഷന്മാരുമായിരിക്കാം, പ്രാർത്ഥിക്കുന്നവരും ഉപവസിക്കുന്നവരും കൃത്യമായി ദശാംശം കൊടുക്കുന്നവരുമാകാം. എന്നാൽ നമുക്ക് വേണ്ട രീതിയിലുള്ള ജ്ഞാനമുണ്ടാകണമെന്നില്ല. ഇന്ന് ക്രിസ്തുവിശ്വാസികളെന്ന് പറയുന്ന മിക്കപേരും കൊടുങ്കാറ്റിന് മുമ്പിൽ പതറിപ്പോകുന്നതും ഇടറി വീഴുന്നതും അടിസ്ഥാനം ശരിയായി ഇടാത്തത് കൊണ്ടത്രേ. കർത്താവ് പറഞ്ഞ ബുദ്ധിമാന്റെ പ്രത്യേകത വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനെന്നാണ്. ഇന്ന് നമുക്ക് പ്രസംഗങ്ങളുണ്ട്, ബൈബിൾ ക്ലാസ്സുകളുണ്ട്, ബൈബിൾ കോളേജുകളുണ്ട്, സമൂഹ മാധ്യമങ്ങൾ കൂടിയുള്ള ഒട്ടനവധി സന്ദേശങ്ങളുണ്ട്. ഇല്ലാത്തതൊന്നു മാത്രം, കേൾക്കുന്നത് ചെയ്യുന്നില്ല. തിരുവചനം പറയുന്നു, ശൗമേലിന്റെ 1-ാം പുസ്തകം 15-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യം, ഇതാ അനുസരിക്കുന്നത് യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനേക്കാളും നല്ലത്. ബ്രദർ യൂൻ പറഞ്ഞതത്രേ, വി ആർ നോട്ട് കോൾഡ് ടു ലീവ് ബൈ ഹ്യൂമൻ റീസൺ. All that matters is obedience to God's word and His leading in our lives. മാനുഷിക യുക്തിയാൽ ജീവിക്കാൻ നാം ആരും വിളിക്കപ്പെട്ടിട്ടില്ല. ദൈവവചനത്തോടുള്ള അനുസരണവും നമ്മുടെ ജീവിതത്തിൽ അവൻ നയിക്കുന്നതും മാത്രമാണ് പ്രധാനം. If God says go, we will go. If He says stay, we will stay. ദൈവം പോകുക എന്ന് പറഞ്ഞാൽ നമുക്ക് പോകാം. അവിടുന്ന് നിൽക്കാൻ പറഞ്ഞാൽ നമുക്ക് നിൽക്കാം. When we are in His will, we are in the safest place in the world. നാം ദൈവത്തിൻ്റെ ഇഷ്ടത്തിലായിരിക്കുമ്പോൾ നാം ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ സ്ഥലത്താണ്. Have a blessed day.